ഇതൊന്നുമല്ല അച്ഛാ, വേറൊരു പ്രശ്നമുണ്ട്. ഭാര്യ കമ്പനിയിലെ ജോലിക്കാരിയെ വരുന്നത് സച്ചിക്ക് ഇഷ്ടമുണ്ടോന്നറിയണ്ടേ? അവളേക്കാൾ സമ്മതം പറയേണ്ടത് അവനല്ലേ? അവനത് എങ്ങനെ എടുക്കുന്നത് നമ്മൾ ചോദിക്കണ്ടേ? അവന് ഇഷ്ടാണോ താല്പര്യമുണ്ടോ എന്നൊക്കെ ഒരു വാക്ക് ചോദിച്ചിട്ട് നമ്മൾ അവസാന തീരുമാനം എടുക്കുന്ന ആ ബുദ്ധി. മതി മതി, ഇതെന്താ പണിഷ്മെന്റോ? അയ്യോ അതൊന്നുമില്ല സച്ചേട്ടാ, ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ, നല്ല വിശപ്പും ക്ഷീണവും കാണും. ഇനി ഓഫീസിൽ പോയിട്ട് എപ്പോഴെങ്കിലും അല്ലേ കഴിക്കാൻ പറ്റുന്നേ? ഏയ് വേണ്ട വേണ്ട, എന്റെ വയറ് പൊട്ടാറായി, ഇനി ഒരു നുള്ളു പോലും വേണ്ട. താനിത് ഇവിടേക്ക്, ഇനി താനും കഴിക്കേ. വാ ഇരിക്കൂടെ. അത് വേണ്ട സച്ചേട്ടാ, ഞാൻ അടുക്കളയിൽ പോയി കഴിച്ചോളാം. അത് നടക്കില്ല, തനിക്കൂടെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടല്ലോ, ഇരിക്കൂടെ. ഞാൻ വിളമ്പി തരാം. എന്താ നോക്കിയിരിക്കുന്നേ? കഴിക്കേ. എല്ലായിടത്തും എവിടെ പോവാ? അവിടെ ഇരിക്കും, ബാക്കി ഇവിടെ കഴിച്ചിട്ട് പോയാ മതി. സച്ചേട്ടാ പ്ലീസ്, എനിക്ക് മതി, ഇനി ഒരു പിടി പോലും വേണ്ട. ഇത് തന്നെയാ കുറച്ചു മുമ്പ് ഞാനും പറഞ്ഞത്. സ്വന്തം കാര്യം വന്നപ്പോ മനസ്സിലായി, മറ്റുള്ളവർ പറഞ്ഞപ്പോ മനസ്സിലായില്ല. കഴിക്ക്, ഇരുന്ന് കഴിക്കേ. സച്ചേട്ടാ പ്ലീസ്. ഇരിക്കേ. എനിക്ക് വേണ്ട സച്ചേട്ടാ, ഇനി ഞാൻ കൂടുതൽ സച്ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കില്ല, സത്യം. ആഹാ, ഇത് കൊള്ളാലോ. ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാതെ രണ്ടുപേരും കൂടെ സ്വകാര്യമായിട്ട് റൂമിൽ ഇരുന്ന് കഴിക്കുക അല്ലേ? സച്ചേട്ടൻ ഇന്നലെ ഒന്നും. ആ മതി മതി, എനിക്ക് മനസ്സിലായി. സച്ചേട്ടൻ മനഃപൂർവ്വം കഴിക്കാതിരുന്നതാ അല്ലേ? എന്തിനാണെന്നോ? ഏട്ടത്തിയുടെ കൂടെ ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാൻ അല്ലേ സച്ചേട്ടാ? ഒന്ന് പൊടി. മോള് കഴിച്ചില്ലല്ലോ? ഇല്ല. മതി മതി, ഇനി പിന്നെ വാരി തന്നാ മതി. അയ്യടാ, ഒരു കൊച്ചുകുട്ടി വന്നിരിക്കുന്നു. ഞാൻ കഴിച്ചില്ലെന്നേ, വെറുതെ കള്ളം പറഞ്ഞതാ. അപ്പൊ ഏട്ടത്തിങ്ങനെ വാരി തരുമല്ലോ. അതെ, രണ്ടുപേരെ അച്ഛൻ താഴെ വിളിക്കുന്നുണ്ട്, വേഗം വരാൻ പറഞ്ഞു. എന്തിനാ അച്ഛൻ വിളിക്കുന്നേ? അങ്ങോട്ട് ചെല്ല്, അപ്പ അറിയാം. അച്ഛൻ മാത്രമല്ല, എല്ലാരും കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാത്ത കാര്യം വല്ലതും എടുത്തി അച്ഛനോട് പറഞ്ഞു കാണും. അത് ചോദിക്കാനായിരിക്കും അച്ഛൻ വിളിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു സച്ചേട്ടാ, ഇനി അച്ഛനോട് എന്ത് കള്ളത്തരം പറയണം? എനിക്ക് വയ്യ. വിജയ് എത്ര ലക്ഷം രൂപയാണ് കമ്പനിയിൽ നിന്ന് തട്ടിയതെന്നതിന്റെ പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പുതിയ മാനേജറെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് കണ്ടെത്തി ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കാൻ ഇത്രയും താമസം വേണോ? അതോ അത് വേണ്ടെന്ന് കരുതിയാണോ? ഇല്ലച്ചാ, അത് ഞാൻ പറഞ്ഞായിരുന്നു. അതിനിടയിലാണല്ലോ പുതിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സ് തീർക്കാനുള്ള തിരക്കിലാ. ആ എത്തിയല്ലോ, നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ പിന്നെ വന്നതാ. ബാ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന എക്സ്ക്യൂസസ് എന്നത് എപ്പോഴും എസ്കേപ്പ് ആണ് അവന്തിക. എന്റെ ജീവിതത്തിലും എന്റെ കരിയറിലും ഇല്ലാത്തൊരു വാക്കാ എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് പറഞ്ഞല്ലച്ചാ, അതിനുള്ള സാവകാശം കിട്ടിയില്ല, അതാ സത്യം. സച്ചിക്കും അറിയാലോ. എന്താ എടുത്തി, എന്താ പുതിയ പ്രശ്നം? വിജയ് കമ്പനിയിൽ നിന്ന് തട്ടിയ തുകയുടെ സ്റ്റേറ്റ്മെന്റ് അച്ഛന് ഉടനെ വേണമെന്ന്. അത് തയ്യാറാക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞതാ. ഏട്ടത്തി അത് മാനേജറോട് പറഞ്ഞില്ലായിരുന്നോ? ഏട്ടത്തി പറഞ്ഞെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. ഇതാ ഞാൻ പറഞ്ഞത്,
നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് മാത്രം ഇനി കമ്പനി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. എല്ലാം ഇങ്ങനെ ഡിലേ ആക്കിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സച്ചിക്ക് ഇപ്പോഴത്തെ മാനേജറിൽ വിശ്വാസമുണ്ടോ? ഒരൊറ്റ ഉത്തരം മതി. അച്ഛാ, അതിപ്പോ മാനേജർ അച്ചുവിനോടല്ല ചോദ്യം, കമ്പനിയുടെ MD എന്ന നിലയിൽ സച്ചിയോടാ ചോദ്യം. പുതിയ മാനേജർ ശ്രീറാമിൽ നിനക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ? മനസ്സിലായി? ഇനി പറയണ്ട. അതായത് 4 പേജുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ 4 മാസം എടുക്കുന്നൊരു മാനേജറുടെ കഴിവ് എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ മാർഗം നോക്കിക്കോളാം. ആ, ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. അച്ചുവിൽ നിനക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്? എനിക്ക് വിശ്വാസമാണ്. അതറിയാം. എത്രമാത്രം അവളുടെ കഴിവിൽ വിശ്വാസമുണ്ടെന്നാണ് എനിക്കറിയേണ്ടത്. 100%. അച്ചു, ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇവിടെ അത് പറഞ്ഞത് സന്ദീപ. അവന്തികയും പറഞ്ഞു, ചില വിഷമങ്ങളും പറഞ്ഞു. അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്റെ തീരുമാനമാണ് ഫൈനൽ. അവന്തിക തന്നെ പറഞ്ഞു, അതാ ശരി. മോളെ, നിനക്ക് ഞങ്ങൾ പ്രൊമോഷൻ നൽകി കമ്പനിയിൽ പോസ്റ്റ് ചെയ്യുന്നു. നിന്റെ ഏട്ടത്തിയുടെ പാതയിൽ നീയും വളരണം. നാളെ ഇതിന്റെയൊക്കെ നട്ടെല്ലായി നിൽക്കണം. അതാ ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ഇനി ഏട്ടത്തിക്ക് പറയാനുള്ളത് പറയാം. നിനക്ക് പുറകിൽ ഞങ്ങളുണ്ട്. പിന്നെ ഇത് നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനമല്ല. ആലോചിച്ച് പതുക്കെ പറഞ്ഞാൽ മതി. വേണ്ട എടുത്തി, ഞാനിപ്പോഴാ നല്ലൊരു ഭാര്യയായും മരുമകളായും എഴുത്തിയായും അനുജത്തിയായും ഒക്കെ ജീവിക്കാൻ തുടങ്ങിയത്. അത് ഇനിയും കൂടുതൽ സന്തോഷത്തോടെ ചെയ്യണമെന്നാ എൻ്റെ ആഗ്രഹം. നിങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വരുമ്പോൾ സന്തോഷത്തോടെ ഒരു കപ്പ് ചൂട് ചായ തരാനും, കോളേജിൽ നിന്ന് സ്നേഹ എടുത്തിന്ന് വിളിച്ച് ഓടി വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനും, അച്ഛൻ്റെ മോളെ എന്നുള്ള വെളിപ്പുറത്ത് ഓടിയെത്താനും, സച്ചേൻ്റെ നിഴലായി നടക്കാനും ഒക്കെ ഞാനിവിടെ വേണം. എനിക്കത് മതി. ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്താ മോളെ? നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. രാവിലെ തൊട്ട് തുമ്മി വയ്യ. ആരാണാവോ രാവിലെ തൊട്ട് എന്നെ കുറിച്ച് പറയുന്നത്? അച്ചുവല്ല, പിന്നെ വേറെ ആരായിരിക്കും? ഓ, അവളൊന്നും ആയിരിക്കില്ല. അവക്കിപ്പോ ഇതിനൊക്കെ എവിടെയാ നേരം? അതാ പറയുന്നത്, പെമ്മക്കളെ കല്യാണം കഴിച്ചു വിട്ട അതോടെ തീർന്ന് അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം. എന്റെ അമ്മേ, 24 മണിക്കൂർ നിങ്ങളെ ഓർത്തിരുന്നാ മതി ഒച്ച ചേച്ചിക്ക്. അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊന്നും നിന്റെ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല മോളെ. അവൾ എപ്പോഴും നിന്റെ അമ്മയെ വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറ്റുമെങ്കിൽ ഇവിടെ വന്ന ഒരാഴ്ച നിന്നിട്ട് പോണം. ഇതൊക്കെയാണ് നിന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ. അയ്യേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നല്ല ചേലായി. ഇവിടുന്ന് ഇറങ്ങുമ്പോ തുടങ്ങും എന്നോട് പരിഭവം പറയാൻ. അച്ചു വിളിച്ചില്ലല്ലോ, അവളെ ഒന്ന് കാണാൻ തോന്നുന്നു, അവളിപ്പോ എന്ത് ചെയ്യുന്നു, നീ ഒന്ന് വിളിച്ചൂടേന്നൊക്കെ. ആ ആളാ ഇപ്പൊ എന്നോട് പറയുന്നത്. ദാ ഇങ്ങോട്ടകത്തുവെച്ച്. രണ്ടും ഒരു വണ്ടി കെട്ട. അച്ഛ ചേച്ചിക്ക് അവിടെ ഒരു കുഴപ്പമില്ല. സമയം തികയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിളിക്കുന്ന കാര്യത്തിൽ അവക്ക് ഭയങ്കര മടിയാ. അവള് പറഞ്ഞിട്ട് അവിടുത്തെ വിശേഷം അറിയാമെന്നൊന്നും വിചാരിക്കണ്ട. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതവളുടെ നേച്ചർ അല്ലേ കമലേ. എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കും.
പക്ഷെ ഇവളങ്ങനെയല്ല. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. അമ്മയ്ക്ക് ഇപ്പൊ അവിടുത്തെ ഏത് കാര്യം അറിയാത്തത്? എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ടല്ലോ. ആ, അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നീ മാത്രം അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നത്. അത് പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ചേച്ചിയുടെ വീട്ടിനടുത്തുനിന്ന് വരുന്നതാ. ഏത് ഫ്രണ്ട്? എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അമ്മ അത് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണും. അപ്പൊ ചേച്ചിയെ പറ്റിയും സച്ചേട്ടനെ പറ്റിയൊക്കെ പറയും. സച്ചിയുടെ ബന്ധുവാണോ മോളെ? അല്ലച്ച, അച്ചോച്ചിയുടെ വീടും കഴിഞ്ഞിട്ട് വേണം അവക്ക് പോവാൻ. ആഹാ, എന്നാ പിന്നെ ആ കൂട്ടുകാരുടെ നമ്പർ എനിക്കുതാ. ഇടയ്ക്ക് എനിക്ക് വിളിച്ച് സംസാരിക്കാലോ. അത് കൊള്ളാം മോളെ. ആ നമ്പർ അമ്മയ്ക്ക് കൊടുത്തേരും. അതിന് ഞാൻ നമ്പർ വാങ്ങിച്ചില്ലല്ലോ. എപ്പോഴെങ്കിലും തമ്മിൽ കാണുമ്പോ വിവരങ്ങൾ ചോദിക്കും, അത്ര. നീ എന്താ നമ്പർ വാങ്ങിച്ചു വെക്കാത്ത? അതൊക്കെ അത്യാവശ്യമുള്ള കാര്യല്ലേ? അതോ നീ എനിക്ക് മനഃപൂർവ്വം തരാത്താണോ? ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുമെന്ന് കരുതി. അതൊന്നും അല്ല അമ്മേ, ഞാനേ ഇനി കാണുമ്പോ വാങ്ങിക്കാം. പിന്നെ അമ്മയൊരാൾ തിരക്കി കേട്ടോ, ഇത്രയും ജാടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മകളെ കോടീശ്വരം കെട്ടിയിട്ടുള്ളൂ. കമലയുടെ ഭർത്താവ് ഇപ്പോഴും ആ പഴയ സ്കൂൾ മാഷ് ദയാനന്ദൻ തന്നെ അല്ലേന്ന് ചോദിച്ചു. ആരുടെ എങ്ങനെ ചോദിച്ചത്? വേറെ ആരും അല്ലമ്മേ, അമ്മയുടെ ആത്മസുഹൃത്ത് വിമലേച്ചി. ഓ, ദേ ഇടയ്ക്കൊക്കെ ഒന്ന് പരദൂഷണം പറയാൻ വിളിക്കുന്നത് നല്ലതാ. അച്ഛാ, ഞാൻ പോന്നെ. കൊറേ കാലമായി അവൾ വിളിച്ചിട്ട് എന്നും വിചാരിക്കും, പക്ഷെ മറന്നുപോകും. കുടുംബങ്ങളെക്കാൾ എപ്പോഴും ബന്ധം സൂക്ഷിക്കേണ്ടത് കൂട്ടുകാരുമായിട്ടാണ്. എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് തന്റെ തീരുമാനത്തില്. എന്ത് തീരുമാനത്തില്? കമ്പനിയിലേക്ക് താൻ വരുന്നില്ല എന്ന തീരുമാനത്തില്. വരുന്നില്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞില്ലല്ലോ. ഇപ്പോ അതിന്റെ ഒരു ആവശ്യമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ. തൽക്കാലം കമ്പനി കാര്യങ്ങൾ ഭംഗിയായി നോക്കാൻ നിങ്ങൾ ഇത്രയും പേരുള്ളപ്പോ അതിനിടയിൽ ഞാൻ എന്തിനാ? ഓ, ഞങ്ങൾ ഇത്രയും പേരുള്ളതാണോ തന്റെ പിന്മാറ്റത്തിന് കാരണം? സച്ചേട്ടാ, വെറുതെ എഴുതാപ്പുറം വായിക്കണ്ടാട്ടോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വീട് നോക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? താൻ കരുതിയതുപോലെ തന്നെ ഏട്ടത്തെയും കരുതിയിരുന്നെങ്കില് ഇന്നും ഏട്ടത്തി അടുക്കളയിൽ തന്നെ കിടന്നേനെ. തനിക്ക് ഏട്ടത്തേക്കാൾ നന്നായി കമ്പനി അഡ്മിൻ അറിയുന്ന ആളല്ലേ? എനിക്കൊന്നും അറിയില്ല സച്ചേട്ടാ. അനുപേട്ടൻ ചെയ്യുന്നത് കണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇവിടെ വന്നപ്പോ ഇവിടെയും കമ്പനി കാര്യങ്ങൾ തന്നെ. അപ്പോ പരിചയമുള്ള കാര്യങ്ങളായതുകൊണ്ട് അച്ഛനെ ഒന്ന് സഹായിച്ചു എന്ന് മാത്രം. ഞാൻ പ്രതീക്ഷിച്ചത് താൻ വരുമെന്ന് തന്നെയാ. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ മനസ്സിന്റെ സമനില മാറുന്നത് എനിക്കെല്ലാം അറിയാം സച്ചേട്ടാ. ഇവിടെ കഴിയുന്ന അത്രയും കാലം അച്ഛനെയും നിങ്ങളെയൊക്കെ സ്നേഹിച്ച് കൂടെ നിന്ന് പോകണമെന്ന് എന്റെ ആഗ്രഹം. ഞാനിവിടുന്ന് പോകുമ്പോ അർച്ചന ഇവിടെ ആളാവാൻ വന്നതായിരുന്നു എന്ന് ആർക്കും തോന്നരുതല്ലോ. സ്തുതിച്ചില്ലെങ്കിലും ശപിക്കരുതല്ലോ. ഞാനത്രയും കടന്നു ചിന്തിച്ചില്ല അർച്ചന. അതാണ് ഞാനും താനും, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. താനെല്ലാം നല്ലതുപോലെ ആലോചിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനൊന്നും ആലോചിച്ചില്ല. ഒന്നിനെപ്പറ്റിയും ഒരു ധാരണയുമില്ല. സച്ചേട്ടന് ആലോചിക്കാനൊന്നുമില്ലല്ലോ. എല്ലാം ആലോചിച്ച് തീരുമാനിച്ച ഒരാൾക്ക് പിന്നെ എന്താ ആലോചിക്കാനാ? ഞാൻ അങ്ങനെയാണോ? ആലോചിക്കാനേ പറ്റുന്നില്ല. തന്നെ കമ്പനിയിൽ എടുക്കണമെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. അറിയാം, അച്ഛനും സന്ദീപും എടുത്തിയൊക്കെ ആവും. പക്ഷേ എനിക്കതിലും ഇഷ്ടം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ കഴിയുന്നതാ. പക്ഷെ ഞാൻ പറയുന്നത് താൻ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് തന്നെയാ. കാരണം തനിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നാളെ അത് തനിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. സച്ചേട്ടന്റെ മനസ്സെനിക്ക് മനസ്സിലായി. ലാപ്ടോപ്പ് പഠിക്കാൻ പറഞ്ഞ പോലെ ഇതും എനിക്കൊരു ജീവിതമാർഗം ആകുന്നല്ലേ സച്ചേട്ടൻ പറയാതെ പറയുന്നത്. ഒരു കമ്പനി ഒന്നും നടത്താനുള്ള ആംബിയർ ഒന്നും ഈ പാവത്തിനില്ല സച്ചേട്ട. ദയവേത് ഇനി അതുപോലുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ. നാളെ എന്ത് എങ്ങനെയെന്നൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നേയില്ല. അതിനുവേണ്ടി ഇവിടെ നിന്ന് ട്രെയിനിങ് എടുക്കാനോ പുതിയതൊന്നും പഠിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമ്പോഴും ഞാൻ അറിയപ്പെടുന്നത് നെല്ലിശ്ശേരിയിലെ സച്ചിദാനന്ദന്റെ ഭാര്യയായിരുന്ന ആൾ എന്നായിരിക്കില്ലേ? പിന്നെ എനിക്ക് നെല്ലിശ്ശേരിയും കമ്പനിയും എല്ലാം അന്യാകുമല്ലോ. അപ്പൊ പിന്നെ ഞാനെടുത്ത തീരുമാനമായിരിക്കില്ലേ നല്ലത്?
സമയം വൈകണ്ട. നീ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും അത്ര നല്ലതല്ല കേട്ടോ. അതിനിപ്പോ എന്താ? എനിക്കൊരൊറ്റ ലക്ഷ്യമേ എന്റെ അച്ഛച്ചിയുടെ കാര്യങ്ങൾ എനിക്ക് അന്നെന്ന് അറിയണം. അതിനെനിക്ക് വേറെ മാർഗമില്ല. അതിനു മാത്രം ഇത്ര അറിയാൻ എന്താ അവിടെ പ്രശ്നം? അല്ലെങ്കിൽ അച്ചു ചേച്ചി നിന്നെ വിളിക്കില്ലേ? അപ്പൊ ചേച്ചി പറയില്ലേ? വിളിക്കും, പക്ഷെ നിനക്കറിയാലോ ചേച്ചി അങ്ങനൊന്നും പറയില്ല. വേണ്ടെന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. കൂടുതൽ എന്തെങ്കിലും അറിയുന്നത് സന്ദീപിനെ വിളിക്കുമ്പോഴാ. സംഗതിയൊക്കെ ശരിയാ, അവസാനം കളി കാര്യമാവരുത്. അതൊന്നും ഇല്ലടി. എനിക്കറിയാം എവിടെ നിർത്തണം എവിടെ നിൽക്കണം എന്നൊക്കെ. ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതൊരു പാവം പൊട്ടനാടി. ഓഹോ, ഇവൾക്ക് ഇപ്പോഴാണ് വിളിക്കാൻ നേരം കിട്ടിയത്. മനുഷ്യൻ ക്ഷീണിച്ച് അവശനായി നിൽക്കുമ്പോഴാ അവളുടെ ഒരു കോള്. ഇപ്പോഴാണ് തനിക്ക് നേരം വെളുത്തത്? നേരം പതിവ് പോലെ തന്നെ വെളുത്തു. പക്ഷെ വിളിക്കാൻ നേരം കിട്ടിയത് ഇപ്പോഴാ. പകരഞ്ഞ മെസ്സേജ് അയച്ചായിരുന്നല്ലോ. നല്ല സമയം. ഞാനിപ്പോ സൈറ്റ് സൂപ്പർവിഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ. വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങി. ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനല്ലേ, അപ്പൊ അങ്ങനെ തന്നെ വേണം. പിന്നെ കൊഴുപ്പ് കുറച്ച് കുറയുമല്ലോ. എനിക്കേതായാലും തന്നെ പോലെ അഹങ്കാരം ഇല്ലല്ലോ. ശകലം കൊഴുപ്പല്ലേ ഉള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. ആ പിന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? പ്രത്യേകിച്ച് ഏട്ടനും ഏട്ടത്തിക്കും. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഇയാൾ എന്നെ വിളിക്കുന്നത് എന്റെ വിശേഷം അറിയാനാണോ അതോ എന്റെ ഏട്ടന്റെ ഏട്ടത്തിന്റെ വിശേഷം അറിയാനോ? തനിക്ക് എന്റെ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? ഉണ്ട്, എല്ലാരും പരിചയമുണ്ട്. അതെങ്ങനെ? അപ്പൊ താൻ എന്നെ ഇത്ര നാൾ പറ്റിച്ചാണോ? അല്ല, നിങ്ങളാണോ കമ്പനിയിലെ സൈറ്റ് സൂപ്പർവൈസർ? കഷ്ടം. നിങ്ങളല്ലേ എല്ലാരെയും പറ്റി വള്ളി മുള്ളി തെറ്റതെന്നോട് പറഞ്ഞത്. ഞാനവരെ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ അവരെ പറ്റിയും ചോദിക്കണ്ടേ? അത് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. താൻ എന്നെ കുറിച്ച് ഒരു അക്ഷരം ചോദിക്കുന്നില്ലല്ലോ. അത് പിന്നെ നിങ്ങളിപ്പോഴും സുഖിമാനാണല്ലോ. അതുകൊണ്ടല്ലേ സൈറ്റിലേക്ക് പോയി കറങ്ങുന്നത്. ഓ അങ്ങനെ. ഇനി ഞാൻ എവിടെങ്കിലും മറിഞ്ഞു വീണ് കാലും കൈ ഒടിഞ്ഞ് കിടന്നാലേ വിശേഷം ചോദിക്കുള്ളതാണോ? അങ്ങനെയൊന്നും പറയല്ലേ, കഷ്ടമുണ്ട്. ഇനി ഞാൻ മിണ്ടുന്നില്ല. അയ്യോ പോലെ, ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലേ, ഓരോ ഓളത്തിൽ പറഞ്ഞു പോയതാ. അപ്പൊ എന്റെ കാര്യത്തിലൊരു ഇതുണ്ടല്ലേ? എന്തുണ്ടെന്നാ? ഒരിതോ? അതെന്താ? അതൊന്നുമില്ല, എന്തോ വായിൽ വന്നു പോയതാ. ആ മാച്ചള. ആ അതിരിക്കട്ടെ, താനിപ്പോ എവിടെ? വിഷയം മാറ്റണ്ട. എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ആദ്യം ക്ലിയർ ചെയ്യും, എന്നിട്ടാവാം ബാക്കി കാര്യം. ഏത് സമയത്ത് എനിക്കിത് പറയാൻ തോന്നിയെന്തോ. അതെ, തനിക്ക് എന്റെ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമല്ല എന്റെ കാര്യത്തിൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നാ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ മാറിപ്പോയതാ. അല്ല, ഇപ്പൊ എവിടെയാ താൻ? വീട്ടിലോ അതോ കോളേജിലോ? ഇവിടെ രണ്ടിടത്തുമല്ല. പിന്നെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ പുറത്താ. സുഹൃത്തെന്ന് വെച്ചാ ആണോ അതോ പെണ്ണോ? ആരാവണം?
ഞാൻ എന്ത് ചോദ്യമാ ചോദിച്ചത്? മോശം. ഇന്നത്തെ ദിവസം ശരിയല്ല. എനിക്കെന്തോ ഇതത്ര നല്ല പോക്കായി തോന്നുന്നില്ല. നിനക്കൊന്നുമില്ലെങ്കിലും സന്ദീപിന് എന്തോ ചില മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്റെ ദൈവമേ, കൂടെയുള്ള സുഹൃത്ത് ആരാണെന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. ഒന്ന് വിളിച്ചൊരു ക്ലാരിറ്റി വരുത്തേക്കാം. ഞാനും അവളുടെ സുഹൃത്തല്ലേ.